നമസ്കാരം. നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങിയ ദിവസം പോലും മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശരവേഗം വല്ലാത്ത ചതിയായിപ്പോയി. സമാധാനപ്രിയരായ കേരളത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 3 പ്രവൃത്തി ദിനങ്ങൾ മാത്രം. പ്രചാരണത്തിന് കഷ്ടി 2 ആഴ്ച. ഇങ്ങനെയുമുണ്ടോ ഒരു തെരഞ്ഞെടുപ്പ്? സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം പട്ടിക പുറത്തിറക്കും എന്നായിരുന്നു കോൺഗ്രസ് പ്രഖ്യാപനം. പക്ഷേ ലിസ്റ്റ് ഇന്നിറങ്ങും നാളെ ഇറങ്ങും എന്ന് പറഞ്ഞ് സസ്പെൻസായിരുന്നു. രണ്ടാമത്തെ പട്ടിക ഇറങ്ങിയത് ഏറെ നാടകീയതകൾക്ക് ശേഷവും. പ്രഖ്യാപനം വന്ന ദിവസം പട്ടിക പുറത്തിറക്കി സ്കോർ ചെയ്ത LDFനും പട്ടിക പൂർത്തിയാക്കാനായത് അവസാന മണിക്കൂറിൽ. മലപ്പുറത്ത് മന്ത്രിക്ക് തന്നെ പ്രഖ്യാപിച്ച സീറ്റിൽ മത്സരിക്കാൻ മടിയായിരുന്നു. ട്വിസ്റ്റോട് ട്വിസ്റ്റ് നിറഞ്ഞതായി ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആദ്യം രംഗം 1, ഡൽഹി കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വേണ്ടിയുള്ള നീളുന്ന കാത്തിരിപ്പ്. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ മറ്റൊരു ഉജ്ജ്വല കലാസൃഷ്ടി. നാളെ മുതൽ ഇന്ന് മുതൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം ഞങ്ങൾ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കാറുണ്ട്. കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കും. നാളെ മുതൽ ഇന്ന് മുതൽ നാളെ മുതൽ കോൺഗ്രസിന് കിട്ടിയ 95 സീറ്റുകളിൽ ഉള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ തീരുമാനിക്കും. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി ഇന്ന് തീരുമാനമെടുക്കും. നീ കുറെ നേരമായില്ല ചിലക്കാൻ തുടങ്ങിയിട്ട്. പടത്തിന്റെ പേരെന്താ? ഇന്ന് മുതൽ. പടത്തിന്റെ പേരെന്താന്ന്? ഇന്ന് മുതൽ. അത് പാർട്ടി ഇപ്പോ തീരുമാനം പറയും, നാളെ പറയും തീരുമാനം. അപ്പൊ കുറച്ചു നേരത്തിന് നാളെ മുതൽ പറഞ്ഞല്ലോ. നാളെ മുതൽ ഇന്ന് മുതൽ. പിന്നെ ഉണ്ടാവും, കുറച്ചുകൂടി ഉണ്ട് ബാക്കി. നീ ഇന്ന് മുതലോ നാളെ മുതലോ എപ്പോ വേണേ തുടങ്ങിക്കോ. പടത്തിന്റെ പേര് പറയാൻ. പടത്തിന്റെ പേരാണ് പറഞ്ഞ ഇന്ന് മുതൽ. അത് നാളെ മുതലാണ് നമ്മൾ തിയേറ്ററിൽ കളിക്കുന്നത്. അങ്ങനെ പറ. 24 മണിക്കൂറിനകം അനൗൺസ് ചെയ്യപ്പെടേണ്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒരു ദിവസം കൂടി വൈകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കെല്ലാം ഒരു തർക്കമല്ല എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇത്ര വലിയ പോലീസുകാരനായിട്ട് എനിക്ക് തന്നെ മനസ്സിലാവില്ല, പിന്നെയാണ് നാട്ടുകാർക്ക് മനസ്സിലാവുക. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാൽ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? എല്ലാ പ്രാവശ്യവും കോൺഗ്രസിന്റെ സീറ്റ് വിഭജനം നടക്കുന്നതിനേക്കാൾ നിങ്ങൾ നോക്കിക്കോ, 2001, 2006, 11, 16, 21 അതിനേക്കാൾ എത്ര സ്മൂത്ത് ആയിട്ടാണ് നടക്കുന്നത്. സമ്മതിച്ചോ? കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹം കുമ്പക്കുടി സുധാകരൻ എന്ന കെ സുധാകരൻ ഉയർത്തിയ കലാപമാണ് കോൺഗ്രസ് ലിസ്റ്റ് വൈകിപ്പിച്ചത്. കണ്ണൂരിൽ 3 വട്ടം ഉറപ്പായും മത്സരിക്കും എന്ന് പറഞ്ഞ് ഡൽഹിക്ക് വണ്ടി കയറിയ കെ സുധാകരന് നിരാശയായിരുന്നു ഫലം. MPമാരുടെ മത്സരമോഹത്തിൽ തട്ടി കോൺഗ്രസ് പട്ടിക പുറത്തിറക്കൽ നീണ്ടു. വിസ്മയങ്ങൾ സമ്മാനിച്ച കോൺഗ്രസിന് സ്വന്തം സ്ഥാനാർത്ഥി പട്ടിക തന്നെ ഒരു വിസ്മയമായി മാറി. നിങ്ങള് ഈ വിസ്മയം എന്നൊക്കെ പറഞ്ഞപ്പോ ഉള്ളിലെങ്കിലും ചിരിച്ചിട്ടില്ലേ? എന്ത് വിസ്മയം എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ അരടസം വിസ്മയം നടന്നില്ലേ കേരളത്തില്? ഇനി വേണോ? അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. 110% ഉണ്ട്. അതിലെന്താ കുഴപ്പം? ഓ, ഉറപ്പ്. കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാവും. മത്സരിക്കും. എടാ സ്റ്റാനിസ്ലാവ്സ്കി, ഇത് വെറും തുടക്കമാണ്. ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. MPമാരെ മത്സരിപ്പിക്കുന്നതിൽ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മാരത്തൺ ചർച്ചകൾ. നിലപാടിൽ ഉറച്ച കെ സുധാകരൻ. VD സതീശനാണോ MPമാരെ മത്സരിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്? ആണോ KPCC പ്രസിഡന്റ് ആണോ തീരുമാനിക്കുന്നത്? MPമാരെ ഉന്നതരായ നേതാക്കളാണ്. അവർ ജനങ്ങൾ തെരഞ്ഞെടുത്ത് പാർലമെന്റിൽ വന്നിരിക്കുന്ന ആളുകളാണ്. അവരെ അസംബ്ലിയിലേക്ക് മത്സരിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ട്രസ്റ്റ് എന്ന് പറഞ്ഞ ആരൊക്കെ അതിലെ അംഗങ്ങള്? ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും. കെ സുധാകരന് കടുത്ത അതൃപ്തി. ചർച്ചയ്ക്കായി ഹൈക്കമാൻഡ് വിളിപ്പിച്ചിട്ടില്ലെന്ന് മാതൃഭൂമി ന്യൂസിനോട്. ഒരു ചർച്ചക്കും എന്നെ വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. നമുക്ക് നിലയും വിലയൊന്നുമില്ല, വിളിച്ചിട്ടില്ല. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. സീറ്റില്ലെന്നറിഞ്ഞ് പാർട്ടിയോട് ഗുഡ് ബൈ പറയാൻ ഒരുങ്ങിയ കെ സുധാകരന് മുന്നിൽ പാർട്ടി കീഴടങ്ങുമോ അതോ പാർട്ടിക്ക് മുന്നിൽ കെ സുധാകരൻ കീഴടങ്ങുമോ എന്നു മാത്രമാണ് അറിയാനുണ്ടായിരുന്നു. KC വേണുഗോപാലിനോട് ഗുഡ് ബൈ എന്ന നിലവിൽ കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് എന്ത് പണ്ടാരെങ്കിലും ചെയ്യും. ശേഷം ഭാഗം സ്ക്രീനിൽ.
അക്ഷരാർത്ഥത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യതകളെ തകർക്കുന്ന തരത്തിലേക്ക് സുധാകരന്റെ നീക്കങ്ങൾ ഇനി പോകുമോ എന്നതാണ് അറിയാനുള്ളത്. സ്വന്തം അനിയനിട്ട് തന്നെ ഭാരപണിയണം. എനിക്കറിയില്ല. എനിക്കറിയാത്ത എനിക്കറിയില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക് വിളച്ചൊന്ന് പറയടാ. പിന്നെ കോൺഗ്രസിൽ ഒരു വിഷയമില്ല. സ്വതന്ത്രനായി സുധാകരൻ മത്സരിക്കുമെന്നും മറ്റു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും വാർത്തകൾ ഇറങ്ങി. ഇടഞ്ഞ കെ സുധാകരനെ അനുനയിപ്പിക്കാൻ പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയും AK ആന്റണിയും വരെ രംഗത്തിറങ്ങി. കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാര്? മത്സരിക്കാൻ ഉറച്ച കെ സുധാകരൻ. MP അനുനയിപ്പിക്കാൻ മാരത്തൺ ചർച്ചകളുമായി നേതാക്കൾ. 10-35 കൊല്ലായില്ലടോ. ജനങ്ങൾ മടുത്തിട്ടുണ്ടാവും. ഇന്ന് കണ്ണൂർ ജില്ലയിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന ജനപ്രിയനായ നേതാവ് സുധാകരനാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി പൊരുതുന്ന പ്രവർത്തകരുള്ള നേതാവാണ്. ആ സുധാകരൻ തീർച്ചയായും മൂന്നാമത് ഒരിക്കൽ കൂടിയുള്ള ഒരു പിണറായി ഭരണം കേരളത്തിൽ വരുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കത്തില്ല എന്നാണ് എൻ്റെ ഉറപ്പ്. മുമ്പോട്ട് വെച്ച കാർ പുറകോട്ടെടുക്കുന്നവനല്ല ഈ സാഗർ കോട്ടപ്പുറം. പേസ്വാരം വിളിച്ചിരുന്നു, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. കെ സുധാകരൻ കോൺഗ്രസ് പാർട്ടി വിടുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഇനി രംഗം MP-മാരുടെ വാസസമുച്ചയമായ ഗോദാവരിക്ക് മുന്നിൽ. തീരുമാനം കാത്തിരുന്നു നിരാശനായ കെ സുധാകരൻ കേരളത്തിലേക്ക് മടങ്ങാനിറങ്ങി. പാർട്ടിക്കെതിരെ പോർമുഖം തുറക്കുമെന്ന് വാർത്ത വന്നതൊക്കെ വെറുതെ. പാർട്ടിക്ക് വിധേയനായി കണ്ണൂർ സിംഹം. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ. കണ്ണൂർ സീറ്റിനായി പോർമുഖം തുറന്ന കെ സുധാകരൻ പാർട്ടിക്ക് വിധേയൻ. ഉരുണ്ടുകൂടിയ ഊഹാപോഹങ്ങൾ അവസാനിപ്പിച്ച MP. നീ എന്റെ പ്രാണനിൽ അലിയൂ വേഗം. പാർട്ടിയിൽ തുടരുമോ? സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് കൊണ്ട് നിഷേധിച്ചിട്ടില്ലല്ലോ, പാർട്ടിന്ന് പുറത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ. സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് കേട്ടല്ലോ, അതൊക്കെ വെറും വെറുതെ ആയിരുന്നു. സ്വതന്ത്രനായി മത്സരിക്കില്ല. അപ്പോൾ ഡൽഹിക്ക് പോകും മുമ്പ് 110% പ്രതീക്ഷയും 3 വട്ടം ഉറപ്പും പറഞ്ഞതോ? പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. പാർട്ടിയെ വെല്ലുവിളിക്കാനില്ല എന്ന് ഉറപ്പിക്കാമല്ലോ അല്ലേ? വെല്ലുവിളിക്കാനൊന്നും ഞാനില്ല. പാർട്ടി എത്രയോ വലുതാണ്, പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്. ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാ? സന്തോഷം. അപ്പോൾ പാർട്ടിക്ക് പൂർണ്ണമായി വിധേയനായി. അതെ, ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ പോകും. ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ, മാറൂ. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പിള്ളിലിനും സീറ്റില്ല. സീറ്റ് മോഹത്തെക്കുറിച്ച് കവിത എഴുതിയ കവി കൂടിയായ എൽദോസിന് സീറ്റ് നിഷേധിച്ചേക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ കേട്ടിരുന്നു. എന്തായാലും അവസാന നിമിഷം വരെ എൽദോസ് പ്രതീക്ഷയിലായിരുന്നു. ഞാൻ അന്ന് ഒരു കവിത എഴുതിയല്ലോ, സീറ്റ് മോഹി. പത്രം മറിച്ചു നോക്കി, എൻ്റെ മാത്രം പേരില്ല, പത്രാധിപരെ വിളിച്ചു നോക്കി. നാളെയെങ്കിലും ഒരു ന്യൂസ് കൊടുത്തന്നെ ആളാക്കുവാൻ കനിയണം പൊന്നു സാറേ. ഒരു വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആദ്യഘട്ട പട്ടിക ഇന്ന്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പിള്ളിക്ക് സീറ്റില്ല, പകരം മുഹമ്മദ് ഷിയാസ് എന്ന് സൂചന. കേതുമണ്ഡലം കൈവിട്ടു പോകുമോ, എന്തു ചെയ്യണം MLA ആകുവാൻ? പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ സ്ഥാനാർത്ഥിയല്ല എന്ന രീതിയിലുള്ളൊരു സൂചനയും എനിക്ക് ലഭ്യമായിട്ടില്ല ഇതുവരെയും. സ്ഥാനാർത്ഥിയാണെന്ന വല്ല സൂചനയും കിട്ടിയിട്ടുണ്ടോ? എനിക്കിപ്പോഴും പാർട്ടി വിശ്വാസമുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ലീഡേഴ്സിന് വിശ്വാസമുണ്ട്, AICസിന് വിശ്വാസമുണ്ട്. അവരെനിക്കൊരു അവസരം കൂടി നൽകുമെന്നുള്ളതാണ് വിശ്വാസം. അവസരം ലഭിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 15,000 വോട്ടിന് എനിക്ക് ജയിക്കാൻ കഴിയും. അതിന് അവസരം ലഭിച്ചാലല്ലേ? അതിലേക്ക് ഞാൻ കടന്നു വരികയാണ്. എന്റെ ഫ്ലോ കളയല്ലേ? ഫ്ലോ കളയുന്നില്ല, പറഞ്ഞോളൂ, കുഴപ്പമില്ല. MLA ആകുമെന്ന് വിചാരിച്ച് പാർട്ടി പ്രവർത്തനം തുടങ്ങിയ ആളല്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു പഞ്ചായത്ത് മെമ്പർ ആകണമെന്നായിരുന്നു. പഞ്ചായത്ത് മെമ്പർ ആയിരുന്നല്ലോ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ. എന്റെ ഫ്ലോ കളയല്ലേ? ആ ഫ്ലോ അങ്ങ് പോയി. 15,000 ഭവനങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി നടന്ന് രാവിലെ വെളുപ്പിന് 4:30 മണിക്ക് എണീറ്റ് 5:45 വീട്ടിലെത്തി. 5:45 മുതൽ 11 മണി വരെ 100-ലധികം ഭവനങ്ങൾ ഞാൻ ഓരോ ദിവസവുമായി സന്ദർശിച്ചു. ഇനി ആവശ്യം പോലെ വിശ്രമിക്കാമല്ലോ. എന്റെ ഫ്ലോ കളയല്ലേ? സമാന ആരോപണം നേരിട്ട ചിലർക്കെല്ലാം സീറ്റ് കിട്ടിയിട്ടുണ്ട്. തീവ്രത കുറവായിരിക്കും, എനിക്കറിയില്ല.
പാർട്ടിക്കകത്ത് ഒരു ഗോഡ് ഫാദർ ഇല്ലാത്തതാണോ പ്രശ്നം? അല്ല, എനിക്കൊരു ഫാദർ ഉണ്ടല്ലോ, അത് മതി. കേതുമണ്ഡലം കൈവിട്ടു പോകുമോ? എന്തു ചെയ്യണം MLA ആകുവാൻ? എവിടെ പോയി ഞാൻ ഭജനായിരിക്കണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതോടുകൂടി സീറ്റ് കിട്ടാനുള്ള നിന്റെ അവസാനത്തെ പ്രതീക്ഷയെ അസ്തമിച്ചു. 5 നേരവും വാട്സാപ്പിൽ ഫോട്ടോയിട്ട് എൻ്റെ നെഞ്ചു കവരുന്നു പിഞ്ചു നേതാക്കൾ. എനി പ്രോബ്ലം? രണ്ടാം ഘട്ട പട്ടിക പുറത്തിറക്കൽ. രംഗം പാർട്ടി ഓഫീസ്. പ്രതീക്ഷ കൈവിടാതെ എൽദോസ്. പക്ഷേ ഇപ്പോൾ കണ്ടകശനിയാണെന്നാണല്ലോ അന്ന് പറഞ്ഞത്. ആ ടിവിയുടെ ഓളിയൊന്ന് കൂട്ടരാ. ന്യൂസ് തുടങ്ങാറായി. എന്തുട്ട് ന്യൂസ്? നീ വല്ല പാട്ട് വെക്കടാ. ന്യൂസിലല്ലോടൊന്ന് പറയാ. അറിയാടാ, ആക്ടിങ് അല്ല എന്റെ. വേണമെങ്കിൽ ന്യൂസ് വെച്ചോ, നാളെ വല്ല ഹർത്താലുണ്ടോന്ന് അറിയാലോ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആകാംക്ഷയോടെ നോക്കിയിരുന്ന പെരുമ്പാവൂർ മണ്ഡലമാണ്. പെരുമ്പാവൂർ മണ്ഡലത്തിൽ എൽദോസ് കുന്നപ്പള്ളി അല്ല സ്ഥാനാർത്ഥി, മനോജ് മുത്തേടൻ സ്ഥാനാർത്ഥിയായി എത്തുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം TO മോഹനൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കണ്ണൂരേക്ക് എത്തുന്നു. ഏറ്റവും ഒടുവിലത്തെ സമയത്ത് കെ സുധാകരൻ നിർദ്ദേശിച്ച പേര് അവിടെ പരിഗണിക്കപ്പെടുന്നില്ല, റിജിൽ മാക്കുറ്റിയുടെ പേര് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ പട്ടികയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടകശിനി കൊണ്ടേ പോകൂ എന്നാണ് ജ്യോത്സ്യന്മാർ പറയുന്നത്. അതിലെനിക്ക് കടുത്ത നിരാശയുണ്ട്, വേദനയുണ്ട്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു നടപടിയല്ല കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. സാർ, ഇതുമൂലം താഴെ പറയുന്ന ദോഷങ്ങൾ ഉളവാകും എന്നുള്ളത് ഉറപ്പല്ലേ? ഒന്ന്, വീഴ്ച. പാർട്ടിക്ക് വിധേയപ്പെട്ട ഒരാളാണ് ഞാൻ. പാർട്ടിയോട് അപേക്ഷിക്കുകയായിരുന്നു ഈ സമയം വരെയും. എനിക്ക് മത്സരിക്കുന്ന ബന്ധപ്പെട്ട ആഗ്രഹവും എൻ്റെ കാര്യവും ഞാൻ അപേക്ഷിക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. മനോവേദന. എനിക്ക് ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് വേദനയുള്ളൂ. എന്നെ ഒഴിവാക്കുകയാണ് ആഗ്രഹമെങ്കിൽ എന്നോട് 2 മാസം മുമ്പ് പറഞ്ഞാൽ ഞാൻ സ്വയം ഒഴിവാകുമായിരുന്നല്ലോ. തൊഴിൽ വിട്ടുനിൽക്കുക. എനിക്ക് സീറ്റ് തരാത്ത പറയുന്ന പ്രശ്നങ്ങൾ ഉള്ള മറ്റുള്ളവർക്ക് സീറ്റ് കൊടുത്തു. ഇടതുപക്ഷത്തുനിന്ന് ചാടി വന്നിട്ടുള്ള ആളുകൾക്ക് അവർക്ക് സീറ്റ് കൊടുത്തു. മാനഹാനി. സ്ത്രീകൾക്കും കുട്ടികൾക്കും നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ ഒരു പോസ്റ്റിംഗ് ഇരിക്കുന്ന ഈ മാസം 26-ാം തീയതിയാണ്. അത് വലുതായി കാണിച്ചു അവർ. 26-ാം തീയതി കേസ് ഇരിക്കുന്നു. ആ കേസിൽ എന്നെ ശിക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കേസ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രചരണം നടന്നു. കണ്ടകശനിയാണ് എന്നാണ്. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ്, അവരെല്ലാം വലിയ പിന്തുണ എനിക്ക് നൽകിയിട്ടുണ്ട്. കൂട്ടത്തിൽ നിങ്ങളുടെ MP കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. MP എന്നെ ഒരുപാട് വർഷങ്ങളായി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും സഹായിക്കാറുണ്ട്. എന്നെ ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞത്, എന്നെ എപ്പോഴും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, ബഹുമാനപ്പെട്ട MP അദ്ദേഹം ഇവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് AICC കത്ത് കൊടുത്ത ഒരാളാണ് ഞാൻ. അദ്ദേഹം തൃക്കാക്കരയിൽ സ്ഥാനം നഷ്ടപ്പെട്ടു പോയപ്പോൾ ദുഃഖിതനായൊരു വ്യക്തിയാണ് ഞാൻ. ഈശ്വര ഭഗവാനെ, എൻ്റെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. അന്ന് അദ്ദേഹത്തിന് സുഖമില്ല വന്ന സന്ദർഭത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തിയ ഒരാളാണ്. എനിക്ക് വളരെ ആത്മമായി ബന്ധമുള്ള, ആരാധനയുള്ള, ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ബെന്നി ബെഹനാൻ. ഈശ്വര ഭഗവാനെ, അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. അയാളെ ഞാൻ കോടതി കയറ്റും. അദ്ദേഹം എൻ്റെ ഇലക്ഷൻ എന്നെ സഹായിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അദ്ദേഹം തള്ളി പറയുകയില്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഞങ്ങളുടെ ഒരു സീനിയർ മോസ്റ്റ് നേതാവാണ് അദ്ദേഹം. ഈശ്വര ഭഗവാനെ, അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. അപ്പോൾ ഇത്തവണ സഹായിച്ചില്ലേ? അല്ല, എപ്പോഴും അങ്ങനെ സഹായിക്കണം എന്നില്ലല്ലോ. എല്ലാ പ്രാവശ്യവും ഒരാളെ തന്നെ സഹായിച്ചാൽ എങ്ങനെ മറ്റൊരു ആളെ കൂടി സഹായിക്കണമെന്ന് തോന്നിക്കാണും. പുതിയ സ്ഥാനാർത്ഥി MP-യുടെ നിർദ്ദേശമാണോ? ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം എന്നെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഞാനില്ലെങ്കിൽ ഇന്നയാളെ പരിഗണിക്കണമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇനി എന്താണ് ഭാവി പരിപാടി? ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പാർലമെന്റാണ്. നിയമസഭ കിട്ടിയില്ലെങ്കിൽ പാർലമെന്റിലേക്ക് നോക്കുക എന്നുള്ളത്. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. സംഭവിച്ചതിൽ നിരാശയുണ്ടോ? എനിക്ക് എപ്പോഴും പ്രതീക്ഷയാണുള്ളത്. നിരാശ എന്ന് പറയുന്നത് നമുക്കറിയാലോ. ഒരു കടയിൽ ചെന്നപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്നൊരു ദുഃഖം നമുക്കുണ്ടാവും. ഇവിടെ കിട്ടിയില്ലെങ്കിൽ അപ്പുറത്തെ കടയിൽ കിട്ടുമല്ലോ, അവിടെ പോയി വാങ്ങണം. അല്ല, പാർട്ടിയുടെ ഈ നീക്കത്തിൽ പ്രതിഷേധമുണ്ട്. അപ്പുറത്തെ കട അടഞ്ഞെടുക്കുക. പ്രഖ്യാപനം വൈകുന്നതിനാൽ പ്രഖ്യാപിച്ച ഉടൻ രംഗത്തിറങ്ങാൻ ചിലർ പോസ്റ്റർ വരെ അച്ചടിച്ചു. ഒരു മണ്ഡലത്തിൽ 2 സ്ഥാനാർത്ഥികളും പോസ്റ്റർ അടിച്ച് ലിസ്റ്റ് ഇറങ്ങിയാൽ റോഡ് ഷോ നടത്താൻ
പാലത്തിന് അപ്പുറവും ഇപ്പുറവും റെഡിയായി നിന്ന അവസ്ഥ വരെ ഉണ്ടായി. ഏറ്റുമാനൂരിൽ സീറ്റ് ലഭിക്കുമെന്ന് കരുതി 1.5 ലക്ഷം പോസ്റ്ററും ഫ്ലക്സും അടിച്ച ജോസഫ് വാഴക്കൻ്റെ കാര്യമാണ് സങ്കടകരം. സാരമില്ലെന്നേ, നല്ല കാലം പിന്നാലെ വരും, ധൈര്യമായിരിക്കണം. ചിരിക്കരുതേ. സീറ്റ് ഉറപ്പിച്ച് ഫ്ലെക്സ് അടിച്ച് കാശ് പോയ ഒരവസ്ഥയിലേക്ക് ജോസഫ് വാഴക്കനെത്തുന്ന അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആദ്യഘട്ടം എന്ന നിലയ്ക്ക് അതിനുള്ള ഫ്ലക്സ്, പോസ്റ്റർ, കൊടികളെ, പിന്നെ ഫസ്റ്റ് കൊടുക്കാനുള്ള അഭ്യർത്ഥന, അത് 1 ലക്ഷത്തോളം എല്ലാ വീടുകളിലും കൊടുക്കുന്ന അഭ്യർത്ഥനയുണ്ട്. അതെല്ലാം ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടുപ്പിലെ തീ അണച്ചിട്ട് എല്ലാം കുഴികുത്തി മൂടാ അല്ലേ അച്ചു? 25 ലക്ഷം രൂപ ഇപ്പോൾ ഓൾറെഡി നഷ്ടം വരും, ഏറ്റവും കുറഞ്ഞത്. പന്തല് നാളെ കഴിഞ്ഞിട്ട് പൊളിച്ചാൽ മതി. ബോർഡ് നമ്മൾ മൊത്തം ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആളെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പട്ടികയുടെ വില തിരിച്ചു കിട്ടും. കോഴിക്കോട് മുഴുവൻ ചോർന്നൊലിക്കായിരുന്നേ. ഇതിവിടെ വെറുതെ കിടക്കുന്ന കണ്ടപ്പോ എടുത്തതാ. അല്ലെങ്കിലും ചേട്ടൻ ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ചിരിച്ചുകൊണ്ട് കരയുകയാണ് ജോസഫ് വാഴക്കൻ. ആരെയും കുറ്റപ്പെടുത്താനില്ല. പക്ഷേ ഒരു കോമ്രേഡ്ഷിപ്പൊക്കെ വേണ്ടേ എന്ന് പാർട്ടിയിലെ കോമ്രേഡുമാരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു വാഴക്കൻ. പാർട്ടി എൻ്റെ അമ്മയെ പോലെ എനിക്ക് പാർട്ടിക്ക് വിഷമം ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. ഇന്നുള്ള നേതാക്കന്മാർ ഏത് നേതാവിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അവർക്കൊപ്പം എൻ്റെ ചോരയും നീര് പാർട്ടിക്ക് ഒഴുക്കിയിട്ടുള്ള ആളാണ് ഞാനും. അതുകൊണ്ട് ഒരു കോമ്രേഡ്ഷിപ്പ് വേണം ചില കാര്യങ്ങളില്ല. ഇതിപ്പോ ഫ്ലെക്സ് എത്ര അടിച്ചു? 350. ഓഹോ, അപ്പൊ പോസ്റ്റർ 3000. പിന്നെ ഇതുപോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററുകൾ 12,000 പുറത്തൊടിച്ചിട്ടുണ്ട്. അതിലെ ഫോട്ടോ അത്ര പോരാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ രായ്ക്ക് രാമാനം ശിവകാശിയിൽ പോയി ഇതൊക്കെ ചെയ്യിച്ചു കൊണ്ടുവന്നത്. ഒറ്റ പേരേ ഉള്ളൂ എന്നാണ് എന്നെ അറിയിച്ചിരുന്നത്. അങ്ങനെയാണ് അത്. അവിടെ സ്ക്രീനിങ് കമ്മിറ്റി കഴിഞ്ഞ് സിഇസിലേക്ക് പോകുമ്പോൾ ഒറ്റ പേരേ ഉള്ളൂ എന്നാണ്. ഒറ്റ പേരുള്ളപ്പം സാധാരണഗതിയിൽ പിന്നെ റാറ്റിഫിക്കേഷൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് മുന്നോട്ട് പോയി, പോസ്റ്റർ അടിച്ചു, ബോർഡ് അടിച്ചു, അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? പെട്ടെന്ന് പിന്നെ അപ്രതീക്ഷിതമായിരുന്നു അത്. പിന്നെ അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് സത്യമാണ്. ഇലക്ഷന് വേണ്ടി വാങ്ങിച്ച പടക്കങ്ങളാ, ജയിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കലേഷിന്റെ പാർട്ടിക്കാർക്ക് പകുതി വിലക്ക് മറിച്ചു വിറ്റാലോ? അതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ്. വിഷമമുണ്ടെന്നുള്ളത് സത്യമല്ല, ഇതിനില്ലാത്ത കാര്യമാണ്. കാരണം ഇത്രയും മുന്നോട്ട് പോകണ്ട, അല്ലേ? നേരത്തെ പറയണം, നേരത്തെ പറഞ്ഞാൽ മതി. നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് വേറെ വിഷയമൊന്നുമില്ലായിരുന്നു. അങ്ങനെയൊന്നും ഒരു സ്ഥാനത്തിന് വേണ്ടി കളിച്ചു തൂങ്ങി നടക്കുന്ന ആളൊന്നും അല്ല. ചിന്താ മത് കരോ ബേട്ടാ, और एक बार भी कोशिश करेगा. दिल्ली चलो और हाईकमांड को देखो. ഹൈക്കമാൻഡ് മണ്ണാൻ കേട്ടോ.